Good morning. Okay, എല്ലാവർക്കും good morning. ഷിൻഡു മാത്രമാണോ ക്ലാസ്സിലുള്ളത്? ഷിൻഡു ജനീഷ്. ഓക്കെ, നമുക്കറിയാലോ നാളെ നമ്മൾക്ക് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു ഓക്കെ ജാസ്മിൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നാളെ നിങ്ങളുടെ ടേം എക്സാം ആണെന്ന് അറിയാലോ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു റിവിഷൻ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എടുത്ത ചാപ്റ്റർ ഫസ്റ്റ് ടൈമില് ഞാൻ എടുത്ത ചാപ്റ്റർ നമ്പർ 3 ആണ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? രണ്ടുപേര് മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ, ബാക്കിയുള്ളത് ജോയിൻ ചെയ്യുകയും ചെയ്യട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം കേട്ടോ. ജസ്റ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻസുകളും മറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. നാളെ നിങ്ങൾക്ക് എക്സാമിന് അത് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മള് മൂന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഞാൻ ടേം 1 എടുത്തത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചത് എന്താണ് ട്രെയിനിങ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെയിനിങ് അല്ലെ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ആ ഒരു ഡെഫിനേഷൻ തന്നെ ഓർത്താൽ മതി. ഇറ്റ് ഇസ് എൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഫോർ ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് പീപ്പിൾ ഫോർ എ ഡെഫിനിറ്റ് പർപ്പസ് അല്ലെ. അതായത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രത്യേക ജോലി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളുടെ കഴിവ്, അവരുടെ അറിവുകള് വർദ്ധിപ്പിക്കുന്ന ആ ഒരു ആക്ടിവിറ്റിനെയാണ്, അതൊരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയാണ് അല്ലെ. ആ ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് അല്ലെ. എന്താണ് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ പറഞ്ഞത്? ഈ പറയുന്ന എംപ്ലോയീസിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നതിൽ ട്രെയിനിങ്ങിന് വളരെയധികം പങ്കുണ്ട് അല്ലെ. പ്രത്യേകിച്ച് പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ, പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന പുതുതായിട്ട് നിയമിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആ ജോലിയുമായിട്ട് പരിചയപ്പെടാനും, ഇനി അവർക്ക് മാത്രമാണോ ട്രെയിനിങ് ഹെൽപ്ഫുൾ ആവുന്നത്? അല്ല, പിന്നെയോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവരുടെ അറിവുകള്, അവരുടെ കഴിവുകളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് എന്ത് ആവശ്യമാണ്? ട്രെയിനിങ് ആവശ്യമാണ് അല്ലെ. കാര്യം നമുക്കറിയാം, ഓരോ പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് അവരുടെ ജോലികൾ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നത് ട്രെയിനിങ്ങിലൂടെയാണ്. അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ അതിനകത്ത് പഠിച്ചത് ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പോകണം കേട്ടോ. നിങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്താണ് അല്ലെ. ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR വിത്ത് എ പ്രോമിസ് ഓഫ് ബെറ്റർ റിട്ടേൺസ് ഇൻ ഫ്യൂച്ചർ. ആ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ട്രെയിനിങ് പ്രോസസ് ആണ് പഠിച്ചത്. ട്രെയിനിങ് പ്രോസസ്സിന് പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ട്രെയിനിങ് പ്രോസസ്സുകളുടെ ഓരോ സ്റ്റേജുകൾ കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. ഫസ്റ്റത്തെ എന്താണ്? നീഡ്സ് അസസ്മെന്റ് ആണ് അല്ലെ. ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതിനുശേഷം സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. അതെ, നമ്മൾ കൃത്യമായിട്ട് ട്രെയിനിങ് കൊണ്ട് നമ്മൾ എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു അല്ലെ, ഡിഫൈൻ ചെയ്യുന്നതാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അതിനുശേഷം ഡിസൈനിങ് ആണ്. ഒബ്ജക്റ്റീവ്സുകള്, നമ്മുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ അടുത്ത പ്രോസസ് എന്താണ്? ട്രെയിനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക അല്ലെ, ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഡിസൈനിങ് ആണ്. നമ്മൾ ഡിസൈൻ ചെയ്ത ആ ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാം? നടപ്പിലാക്കാം അല്ലെ, ഇംപ്ലിമെന്റ് ചെയ്യാം. ലാസ്റ്റ് വൺ എന്താണ്? ഇവാലുവേഷൻ ആണ്. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത ആ ഒരു ട്രെയിനിങ് പ്രോസസ് ഇഫക്റ്റീവ് ആണോ, എഫിഷ്യന്റ് ആയിരുന്നോ, അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്
ഉപയോഗിക്കുന്നത്. ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. നീഡ്സ് അസസ്മെന്റ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ട്രെയിനിങ് പ്രോസസ്സിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ട്രെയിനിങ് മെത്തേഡുകളാണ്. പ്രധാനമായിട്ടും 2 മെത്തേഡുകളാണ് നമ്മൾ അവിടെ പരിചയപ്പെട്ടത്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്നും അറിയപ്പെടുന്നു. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്നാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ജോലിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും നമ്മൾ എന്താണ് സ്കില്ലുകളും നോളജൊക്കെ നേടിയെടുക്കുന്നതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? നമ്മള് 4 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. അത് ഓരോന്നും മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് വൺ ജോബ് റൊട്ടേഷൻ ആണ് അല്ലെ. ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് അതിന്റെ പ്രത്യേകത? നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അതിൽ മാസ്റ്ററായി മാറുകയാണ് അല്ലെ. നമ്മൾ അതേ ജോലിയിൽ സ്കില്ലും നോളജും അക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ജോലിയിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ. അങ്ങനെ അതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ജോലി തന്നെ സ്ഥിരമായിട്ട് ചെയ്യേണ്ട. നമ്മൾ ഒരു ജോലി ചെയ്യുന്നു, അതിൽ നിന്ന് ധാരാളം സ്കില്ലും നോളജും ഒക്കെ നമ്മൾ അക്വയർ ചെയ്യുന്നു. അത് അക്വയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ജോലിയിലേക്ക്. അതിന്റെ ഒരു ഗുണം എന്താണ്? എല്ലാ ജോലികളുടെയും ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വാല്യൂ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് റെസ്പെക്ട് ചെയ്യാനും നമുക്ക് അതിലേക്ക് സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് കോച്ചിങ് ആണ്. കോച്ചിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ട്രെയിനി ഉണ്ടായി. ട്രെയിനിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പെർട്ടിക്കുലർ സൂപ്പർവൈസറിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ എന്ത് കൊടുക്കാണ്? നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അതാണ് കോച്ചിങ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അതോടൊപ്പം തന്നെ അവിടെ ഒരു കോച്ചല്ല അവിടെ നിൽക്കുന്നത്, ഒരു സൂപ്പർവൈസർ. അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ ട്രെയിനിക്ക് എന്ത് കൊടുക്കാണ്? പരിശീലനങ്ങൾ കൊടുക്കാണ്. സൂപ്പർവൈസർ ട്രെയിനിക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുമായിട്ട് സാധിക്കും. അടുത്തത് ജോബ് ഇൻസ്ട്രക്ഷൻ ആണ്. ജോബ് ഇൻസ്ട്രക്ഷൻ പറയുന്ന മറ്റൊരു പേര് എന്തായിരുന്നു? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്. ഓർത്തു വെക്കാട്ടോ. ജോബ് ഇൻസ്ട്രക്ഷൻ പറയുന്ന മറ്റൊരു പേരെന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ട്രെയിനർ ഉണ്ടാക്കി. ട്രെയിനർ കൃത്യമായിട്ട് ആ ജോലി എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കോച്ചിങ് എന്ന് പറയുന്നത് നമ്മള് ജോലി എങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കും, അവർക്ക് വേണ്ട ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും ഒരു സൂപ്പർവൈസർ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ജോബ് ഇൻസ്ട്രക്ഷനിൽ അങ്ങനെയല്ല. ആ ഒരു പെർട്ടിക്കുലർ ജോലി എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ജോബ് ഇൻസ്ട്രക്ഷൻ. അതുകൊണ്ടാണ് അതിന്റെ പേര് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ജോബ് എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് ജോബ് ഇൻസ്ട്രക്ഷൻ. കമ്മിറ്റി അസൈൻമെന്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. അത് തന്നെയാണ് ആ ഒരു മെത്തേഡില് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ് ഉണ്ടാവും. ഒരു കൂട്ടം ട്രെയിനീസ് ഉണ്ടായിരിക്കും. അവർക്ക് നമ്മളൊരു പ്രോബ്ലം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ട്രെയിനീസുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ആ ഒരു മെത്തേഡാണ് കമ്മിറ്റി അസൈൻമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഓർത്ത് വെക്കാം, ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്നത് 4 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ജോബ് റൊട്ടേഷൻ, കോച്ചിങ്, ജോബ് ഇൻസ്ട്രക്ഷൻ, കമ്മിറ്റി അസൈൻമെന്റ്. ജോബ് ഇൻസ്ട്രക്ഷൻ പറയുന്ന മറ്റൊരു പേര് എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഓഫ് ദ ജോബ് മെത്തേഡ് ആണ്. ഓഫ് ദ ജോബ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ആ ഒരു വ്യക്തിയെ, ആ ഒരു ട്രെയിനിനെ നമ്മൾ ഒരു ജോലിയുടെ, അതായത് ജോലി അന്തരീക്ഷത്തിലല്ല, നമ്മൾ മറ്റേതെങ്കിലും പുറത്തൊരു അന്തരീക്ഷത്തിൽ മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അതിനുശേഷമാണ് നമ്മൾ ആ ഒരു ജോലിയിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. അതാണ് ഓഫ് ദ ജോബ്. ഓൺ ദ ജോബ് എന്ന് പറയുമ്പോൾ അവരുടെ ആ ജോലിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്നും അവർ സ്കില്ലും നോളജ് അക്വയർ ചെയ്യുന്നതിന് ഓൺ ദ ജോബ് എന്ന് പറയുന്നു. ഓഫ് ദ ജോബ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ വർക്ക് എൻവയോൺമെന്റിലല്ല, പുറത്തു നിന്നുകൊണ്ട് അവർക്ക് ട്രെയിനിങ് ലഭിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പരിശീലനം നേടിക്കൊണ്ട് അവർ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് ഓഫ് ദ ജോബ് മെത്തേഡ്. ഓഫ് ദ ജോബ് മെത്തേഡിൽ നമ്മൾ 5 എണ്ണമാണ് പഠിച്ചത്. ഏതൊക്കെയാണെന്ന്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, 2 റോൾ പ്ലേയിങ്, 3 ലെക്ചർ മെത്തേഡ്, 4 കോൺഫറൻസ്, 5 പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻസ്. കേട്ടോ. അപ്പൊ ഇത് തരും ഇതൊക്കെ ഓഫ് ദ ജോബ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കേട്ടോ. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിന്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്? ആക്ച്വൽ വർക്ക് കണ്ടീഷൻസിന് നമ്മളൊരു ചെറിയൊരു ക്ലാസ് റൂമില് റീക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ.
അതെ, ശരിക്കും ഒരു ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റിനെ നമ്മളൊരു ക്ലാസ് റൂമിനകത്തേക്ക് റീക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ആ ഒരു ആക്ച്വൽ എൻവയോൺമെന്റിന്റെ അതേ സാഹചര്യത്തിലുള്ള മെറ്റീരിയൽസുകളും എക്യുപ്മെന്റ്സുകളും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് വെസ്റ്റിബ്യൂൾ. വെസ്റ്റിബ്യൂൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു ക്ലാസ് റൂം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തത് റോൾ പ്ലേയിങ്. റോൾ പ്ലേയിങ്ങിൽ എന്താണ്? അവിടെ നമ്മൾ ഒരു ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റിനെ അതേ സാഹചര്യത്തിൽ നമ്മൾ റോൾ പ്ലേ ചെയ്യാണ്. അതായത് അതേ ക്യാരക്ടറും അതേ റിയലിസ്റ്റിക് ബിഹേവിയറിൽ തന്നെ നമ്മൾ ഒരു ഹ്യൂമൻ ഇന്ററാക്ഷൻസിലൂടെ നമ്മൾ പരിശീലനം കൊടുക്കുന്നതിനെയാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ലെക്ചർ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? അത് ട്രഡീഷണൽ ആയിട്ടുള്ള ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് അല്ലെ. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നത് ഒരു ലെക്ചർ മെത്തേഡാണ്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. നേരിട്ട് നമ്മൾ എന്ത് കൊടുത്താണ്? ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാണ് അല്ലെ. ഓക്കെ, കോൺഫറൻസിന്റെ പ്രത്യേകത എന്താണ്? കോൺഫറൻസ് എങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്? അത് ക്ലറിക്കൽ, പ്രൊഫഷണൽ, സൂപ്പർവൈസറി പേഴ്സണൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ കോൺഫറൻസ് മെത്തേഡ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. കോൺഫറൻസിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു കൂട്ടം ആളുകൾ അവർക്ക് അവരുടെ ഐഡിയാസ്, അവരുടെ ഫാക്ട്, അസംഷൻസ് അതെല്ലാം അവർക്ക് അവിടെ ഷെയർ ചെയ്ത് അങ്ങനെ എല്ലാവരും ചേർന്ന ഒരു കൺക്ലൂഷനിൽ എത്തുന്ന ഒരു മെത്തേഡാണ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ നമ്മൾക്ക് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒരു എന്താണ് സീരീസ് ഓഫ് സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ എന്താണ് സീരീസ് ഓഫ് സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മൾ ചെയ്യേണ്ട ടാസ്കിനെ നമ്മളൊരു സീരീസ് ഓഫ് സ്മോൾ സ്റ്റെപ്സ്, ചെറിയ സ്റ്റെപ്സുകളാക്കിയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് വളരെ കെയർഫുള്ളി പ്ലാനഡ് ആയിട്ടുള്ള ഒരു സീക്വൻഷ്യൽ സീരീസിലൂടെ കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിനെയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് കേട്ടോ. ഈ പറയുന്ന 5 എണ്ണം ഇതിനകത്ത് വരുന്നതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റും അതുപോലെ പെർഫോമൻസ് മാനേജ്മെന്റും. ഈ 2 കൺസെപ്റ്റുകളാണ് നമ്മൾ അവിടെ പഠിച്ചത് കേട്ടോ. കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് അതായത് ഒരു മാനേജ്മെന്റിനെ, പ്രത്യേകിച്ച് മാനേജേഴ്സ് അല്ലെ, സൂപ്പർവൈസറി റോളുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മാനേജേഴ്സിന് അവിടുത്തെ അതായത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ. സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് by which individual gains and apply knowledge, skills, insights and attitude to manage work organization. അതായത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ്. ഒരു ഓർഗനൈസേഷനിലെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. അത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ അതിന്റെ കൺസെപ്റ്റും ഒബ്ജക്റ്റീവ്സും മനസ്സിലാക്കി. പിന്നെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? 4 സ്റ്റെപ്പുകളാണ് അല്ലെ. പ്രധാനമായിട്ടും പ്ലാനിങ്, കോച്ചിങ്, പിന്നെ റിവ്യൂവിങ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ആക്ഷൻ. ഇങ്ങനെ 4 സ്റ്റെപ്പുകളാണ്. അതിൽ തന്നെ ഓരോ സ്റ്റെപ്പുകളിലും ഓരോരോ പോയിന്റുകളാണ് വരുന്നത് അല്ലെ. പ്ലാനിങ്ങിനകത്ത് തന്നെ ഏതൊക്കെയാണ്? ഡിഫൈനിങ് സ്റ്റേജ്, ഫീഡ്ബാക്ക് സ്റ്റേജ്, അപ്രൂവൽ സ്റ്റേജ്. കോച്ചിങ്ങിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഓർഗനൈസ് മീറ്റിംഗ്സ് ഓൺ എ ടൈംലി റെഗുലർ ബേസിസ്, provide necessary training, coaching and solution, solicit feedback on both sides, revisit objectives as necessary. Reviewing-നകത്ത് എന്തൊക്കെയാണ് വരുന്നത്? Reviewing employee performance, reviewing the performance management process, reviewing overall goal completion, giving actionable feedback. Actionൽ വരുന്നത് ഏതൊക്കെയാണ്? Regard and recognition, setting the stage of next year's performance management. Last and final one നമ്മൾ പഠിച്ചത് പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും തമ്മിലുള്ള വ്യത്യാസമാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് എൻ എംപ്ലോയി പെർഫോമൻസ്. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ. കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോകണം കേട്ടോ. അന്നത്തെ ക്ലാസ്സിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അതേ പോയിന്റുകൾ തന്നെ സെന്റൻസ് ആയിട്ടാണ് ലാസ്റ്റ് കൊടുത്തിട്ടായിരുന്നു ആ ചാപ്റ്റർ അല്ലെ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയതാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയോ ചാപ്റ്റർ? എല്ലാവർക്കും ഓക്കെ ആണോ?
എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസുകൾ കേൾക്കുമ്പോൾ ഞാൻ ഓപ്ഷൻസുകൾ മറ്റും വായിക്കാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക കേട്ടോ. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഏതൊക്കെ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഡെഫിനിഷൻ ഓഫ് ട്രെയിനിങ് പ്രൊവൈഡഡ് ഇൻ ദ ടെക്സ്റ്റ്? ശരിക്കും പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രൈമറി ഡെഫിനിഷൻ ഓഫ് ട്രെയിനിങ്? ട്രെയിനിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ, എ പ്രോസസ് ഫോർ ഇവാലുവേറ്റിംഗ് എംപ്ലോയി പെർഫോമൻസ്. Option B, an organized activity for increasing knowledge and skills of people for a definite purpose. Option C, a method for recruiting new employees into the organization. Option D, a system for managing corporate finances. എന്തായിരിക്കും ആൻസർ? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ജാസ്മിൻ, മഞ്ജിമ, ഷിൻഡു കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് അതിൽ കറക്റ്റ് ടെക്സ്റ്റിൽ നമ്മുടെ പറയുന്നുണ്ട് അല്ലെ? ഇറ്റ്സ് എൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഫോർ ഇൻക്രീസിംഗ് ദ നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് പീപ്പിൾ ഫോർ എ ഡെഫിനിറ്റ് പർപ്പസ് അല്ലെ? ഒരു ഡെഫിനിറ്റ് പർപ്പസ്, ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിന്റെ നോളജ് സ്കിൽസുകൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. Why is training considered a continuous or never ending process? നമ്മൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. ചോദ്യം ഇതാണ്, why is training considered a continuous or never ending process? എന്തുകൊണ്ടാണ് ഒരു ട്രെയിനിങ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നെവർ എൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് കണക്കാക്കുന്നത്? ഓപ്ഷൻസ് വായിക്കാം. Option A, because it is solely for newly recruited employees. Option B, because it refreshes old workers on new methods and increases the skills of new employees. Option C, because it is a one-step process. Option D, it is an informal activity. ഇതായിരിക്കും ആൻസർ. ഇതായിരിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. എന്തുകൊണ്ടാണ് ട്രെയിനിങ് ഒരു നെവർ എൻഡിങ് പ്രോസസ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്? ഓക്കെ, ഓപ്ഷൻ എ ഇതായിരുന്നു, ഇറ്റ് ഈസ് ഓൺലി ഫോർ ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയീസ്. ഓപ്ഷൻ ബി, ഇറ്റ് റിഫ്രഷസ് ഓൾഡ് വർക്കേഴ്സ് ഓൺ ന്യൂ മെത്തേഡ്സ് ആൻഡ് ഇൻക്രീസസ് ദ സ്കിൽസ് ഓഫ് ന്യൂ എംപ്ലോയീസ്. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് എ വൺ സ്റ്റെപ്പ് പ്രോസസ്. ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് എൻ ഇൻഫോർമൽ ആക്ടിവിറ്റി. പറയൂ, എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആണ് കേട്ടോ മഞ്ജിമ. എന്താണ്, എന്തുകൊണ്ട് ഇതൊരു നെവർ എൻഡിങ് പ്രോസസ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയാൻ കാര്യം എന്താണ്? ബിക്കോസ് ഇറ്റ് റിഫ്രഷസ് ഓൾഡ് വർക്കേഴ്സ് ഓൺ ന്യൂ മെത്തേഡ്സ് ആൻഡ് ഇൻക്രീസസ് ദ സ്കിൽസ് ഓഫ് ന്യൂ എംപ്ലോയീസ് അല്ലെ? രണ്ടു കൂട്ടർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ട്. ഇപ്പൊ പുതിയ എംപ്ലോയീസിനാണെങ്കിൽ അവർക്ക് അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനും പഴയ ആളുകൾക്കാണെങ്കിൽ അവർക്ക് പുതിയ കാര്യങ്ങളെ പറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വൺ സ്റ്റെപ്പ് പ്രോസസ് ആണോ? അല്ല, അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ് അല്ലെ? അല്ലാതെ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് മാത്രമായിട്ടാണോ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്? അല്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ അതുമായിട്ട് ഫെമിലിയർ ആവുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ട്രെയിനിങ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ട്രെയിനിങ്ങിന് നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റോപ്പിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് കണക്കാക്കുന്നത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Which of the following is listed as a significant reason for the importance of training? ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനെ വായിക്കാം. To decrease the diversity of the workforce, to respond to technological changes affecting job requirements. C, to avoid career development for employees. And D, to reduce
the need for recruitment. ചോദ്യം മനസ്സിലായോ? Which of the following is listed as a significant reason for the importance of training? നമ്മൾ ട്രെയിനിങ്ങിന്റെ ഓപ്ഷൻ എ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, to decrease the diversity of the workforce. Option B, to respond to technological changes affecting job requirements. Option C, to avoid career development for employees. To option D, to reduce the need for recruitment. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ് പറയൂ. അറിയില്ല. എനിക്ക് ഓപ്ഷൻ ബി കറക്റ്റ് ആണ് കേട്ടോ മഞ്ജിമ. എന്താണ്? ടു റെസ്പോണ്ട് ടു ടെക്നോളജിക്കൽ ചേഞ്ചസ് അഫക്റ്റിംഗ് ജോബ് റിക്വയർമെന്റ്സ് അല്ലെ. നമുക്കറിയാം ഓരോ ജോലിയുടെ ആവശ്യകതകളെ മാനിച്ചുകൊണ്ട് പുതിയ പുതിയ ടെക്നോളജിക്കൽ ചേഞ്ചസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ എന്ത് ആവശ്യമാണ്? ട്രെയിനിങ് ആവശ്യമാണ് അല്ലെ. അത് തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എ സിസ്റ്റമാറ്റിക് ട്രെയിനിങ് പ്രോസസ്? കണ്ടോ, ട്രെയിനിങ് പ്രോസസ്സിന്റെ 5 സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഓപ്ഷൻ ബി, ഡിസൈനിങ് ദ പ്രോഗ്രാം. ഓപ്ഷൻ സി, നീഡ്സ് അസസ്മെന്റ്. ഓപ്ഷൻ ഡി, ഇവാലുവേഷൻ. നിങ്ങൾ പറയൂ, ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലെ. നീഡ്സ് അസസ്മെന്റ് ആണ്. ഇതിനല്ലേ നമ്മൾ പഠിച്ചേ? നീഡ്സ് അസസ്മെന്റ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ. ഇങ്ങനെയാണ് 5 സ്റ്റെപ്പുകൾ കേട്ടോ. ഓർത്തെടുക്കണം, മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ട്രെയിനിങ് നീഡ്സ് അസസ്മെന്റ് ക്യാൻ ബി സ്റ്റഡീഡ് ഫ്രം വിച്ച് 2 പെർസ്പെക്ടീവ്സ്? എന്താണ്? എ ട്രെയിനിങ് നീഡ്സ് അസസ്മെന്റ് ദാറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് ഫ്രം വിച്ച് 2 പെർസ്പെക്ടീവ്സ്? നമുക്ക് നീഡ്സ് അസസ്മെന്റിനെ 2 കാഴ്ചപ്പാടുകളിലൂടെ, 2 പെർസ്പെക്ടീവിലൂടെ നമുക്ക് നീഡ്സ് അസസ്മെന്റിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് 2 പെർസ്പെക്ടീവ്സ്? ഓപ്ഷൻ എ, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്. ഓപ്ഷൻ ബി, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. ഓപ്ഷൻ സി, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്. ഓപ്ഷൻ ഡി, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് അല്ലെ, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് അല്ലെ. നമുക്കറിയാം ട്രെയിനിങ് 2 തരത്തിൽ നമുക്ക് നോക്കിക്കാണാം അല്ലെ. ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഉണ്ട്, ഗ്രൂപ്പ് ട്രെയിനിങ് ഉണ്ട്. 2 രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നമുക്ക് കൊടുക്കാം അല്ലെ. ചിലത് നമ്മൾ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കാം, മറ്റു ചിലത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ദ നീഡ്സ് ആർ അസസ്ഡ്, വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദ ട്രെയിനിങ് പ്രോസസ്? സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ചോദിക്കുന്നത്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓപ്ഷൻ എ, ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഓപ്ഷൻ ബി, ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഓപ്ഷൻ സി, ഡിസൈനിങ് ദ പ്രോഗ്രാം. ഓപ്ഷൻ ഡി, ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി ആണ് അല്ലെ. എന്താണ്? ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ. അതെ, നമ്മൾ ആദ്യം നീഡ്സ് അസസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് വരുന്നത്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അത് തന്നെയാണ് ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ഡിസൈഡഡ് ഡ്യൂറിംഗ് ദ ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റെപ്പ്? വാട്ട് ഈസ് ഡിസൈഡഡ് ഡ്യൂറിംഗ് ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റെപ്പ്? ഡിസൈനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പിന് താഴെ പറയുന്നതിന് ഏതാണ് അനുയോജ്യമായിട്ടുള്ളത് കേട്ടോ. 3ാമത്തെ സ്റ്റെപ്പ് ആണല്ലോ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ, ദ ലൊക്കേഷൻ ഓഫ് ദ കമ്പനി criteria. Option B, who the trainees and trainers will be and the methods to be used. Option C, the annual budget for the entire company. Option D, the final evaluation feedback from employees. ഇതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ പറയൂ. ഡിസൈനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പില് എന്താണ് നമ്മൾ തീരുമാനിക്കുന്നത്? എന്താണ് തീരുമാനിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. എന്താണ്? who the trainees and trainers will be and the methods to be used. അല്ലെ, ഡിസൈനിങ്ങില് അതിന് കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ട്രെയിനികള്, ആരൊക്കെയാണ് ട്രെയിനർമാരായിട്ട് ആരൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസൈനിങ്ങിനകത്ത് തീരുമാനിക്കുന്നത്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ.
Next step, the fourth step in the training process where the plan is put into action is called fourth step of training process ആണ് ചോദിക്കുന്നത്. Option A, needs assessment. Option B, designing. Option C, evaluation. Option D, implementation of the training program. ഏതാണ് correct answer? Option D ആണ് അല്ലെ, implementation of the training program. നിങ്ങൾ കറക്റ്റ് ആ സ്റ്റെപ്പുകൾ പഠിച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. അതുപോലെ ഓരോന്നിലും ഓരോ ഫേസിലും നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അടുത്ത ചോദ്യം, what is the final step in the training process used to determine the effectiveness of the session? അതായത് നമ്മൾ നടത്തിയിട്ടുള്ള ആ ട്രെയിനിങ് സെഷന്റെ ആ ഒരു ഇഫക്റ്റീവ്നെസ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന അവസാന സ്റ്റെപ്പ് ഏതാണ്? ഓപ്ഷൻ എ, നീഡ്സ് അസസ്മെന്റ്. ഓപ്ഷൻ ബി, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഓപ്ഷൻ സി, ഡിസൈനിങ്. ഓപ്ഷൻ ഡി, ഇവാലുവേഷൻ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം. ഏതാണ്? ഇവാലുവേഷൻ. ഏതാണ്? ഇവാലുവേഷൻ. ഓക്കെ, ശരിയാണ് കേട്ടോ. അടുത്തത്, ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആർ ആൾസോ നോൺ ആസ്. ഓൺ ദ ജോബ്, രണ്ട് ട്രെയിനിങ് മെത്തേഡുകളെ പറ്റി നമ്മൾ ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? അല്ലെങ്കിൽ അത് അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഓപ്ഷൻ ബി, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഓപ്ഷൻ സി, റോൾ പ്ലേയിങ്. ഓപ്ഷൻ ഡി, ലെക്ചർ മെത്തേഡ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which on the job training method involves transferring trainees from one job to another to gain the experience? ആലോചിച്ച് നോക്കി പറഞ്ഞു നിങ്ങള്. which on the job training method involves transferring trainees from one job to another to gain the experience? എന്താണ് അതിന് പറയാം? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകൾ നമ്മൾ 4 പഠിച്ചിരുന്നു അല്ലെ. ഇതൊക്കെയായിരുന്നു ജോബ് റൊട്ടേഷൻ അല്ലെ. ഓർമ്മയുണ്ടല്ലോ? ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ തരാതെ? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ജോബ് റൊട്ടേഷൻ. നമ്മൾ പറഞ്ഞില്ലേ ജോബ് റൊട്ടേഷന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഒരു ജോലിയിൽ നിന്ന് സ്കില്ലും നോളജ് അക്വയർ ചെയ്യുന്നു, അതിനുശേഷം മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ എംപ്ലോയിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ നിന്ന് ധാരാളം സ്കില്ലും നോളജ് അക്വയർ ചെയ്തതിനു ശേഷം അടുത്ത ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോബ് റൊട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, the method where a trainee is assigned to a supervisor who provides feedback and suggestions is called dash. Option A, job rotation. Option B, committee assignment. Option C, coaching. Option D, job instruction. ഏതാണ് വരിക? വെരി ഗുഡ്, കറക്റ്റ് ആണ്. സി ആണ്, കൊച്ചിയിലാണ് അല്ലെ. കൊച്ചിയിൽ എന്താ പ്രത്യേകത? നമ്മളൊരു സൂപ്പർവൈസർ കൊടുക്കാണ്. ട്രെയിനർ എന്ന് നമ്മൾ പറയുന്നില്ല, അദ്ദേഹത്തിന് ആ ജോലിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസറിന്റെ സാന്നിധ്യത്തില് ട്രെയിനിക്ക് എല്ലാവിധ ഫീഡ്ബാക്കുകൾ കൊടുക്കുകയാണ് അല്ലെ. അവർക്ക് പെർഫോം ചെയ്യാൻ, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡൻസും സപ്പോർട്ട് ആരും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സൂപ്പർവൈസർ പ്രൊവൈഡ് ചെയ്യും. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയാം? കോച്ചിങ് എന്ന് പറയുക കേട്ടോ. അടുത്തത്, which on the job training method is also known as step-by-step training. Step-by-step training, where a trainer explains the job and appraises performance. Option A, job instruction. Option B, coaching. Option C, job rotation. Option D, committee assignment. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് അല്ലെ, ജോബ് ഇൻസ്ട്രക്ഷൻ. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ആ ജോലി എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. When a group of trainees is asked to solve an actual organizational problem together, this is known as എന്താണ്? ഓപ്ഷൻ എ, കോച്ചിങ്. ഓപ്ഷൻ ബി, ജോബ് റൊട്ടേഷൻ. ഓപ്ഷൻ സി, കമ്മിറ്റി അസൈൻമെന്റ്. ഓപ്ഷൻ ഡി, ജോബ് ഇൻസ്ട്രക്ഷൻ.
ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, കമ്മിറ്റി അസൈൻമെന്റ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് വേണ്ടിയിട്ട് നമ്മളൊരു ടാസ്ക് കൊടുക്കാണ്. അവർ ഒരുമിച്ചിരുന്നു കൊണ്ട് വേണം ആ ഒരു ടാസ്കിന് സൊല്യൂഷൻ കണ്ടെത്താൻ. അതിനെ നമ്മള് കമ്മിറ്റി അസൈൻമെന്റ് എന്നാണ് പറയാ. അത് ഓൺ ദ ജോബിനകത്ത് വരുന്നതാണ് അല്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് റിക്വയർ ദ ട്രെയിനിങ് ടു ബി. ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് റിക്വയർ ദ ട്രെയിനിങ് ടു ബി. എന്താണ് ഓപ്ഷൻ? വായിക്കാം. Placed on a regular job, removed from the job setting to concentrate on learning, coached by the direct supervisor, transferred between different departments. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ. റിമൂവ്ഡ് ഫ്രം ദ ജോബ് സെറ്റിംഗ് ടു കോൺസെൻട്രേറ്റ് ഓൺ ലേണിംഗ്. അതല്ലേ ഓഫ് ദ ജോബ് എന്ന പേര് വരാൻ കാരണം? ജോലി നിർത്തിക്കൊണ്ടാണോ? അല്ല, ജോലിയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പഠന സൗകര്യം ഏർപ്പാടാക്കുന്നു. അവിടെ നിന്നും സ്കില്ലും നോളജും ട്രെയിനിങ് ലഭിച്ചതിന് ശേഷം മാത്രമാണ് അവർ ആ ഒരു ജോലിയിലോട്ട് പ്രവേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ജോബ് മെത്തേഡ് റീക്രിയേറ്റ്സ് ആക്ച്വൽ വർക്ക് കണ്ടീഷൻസ് ഇൻ എ ക്ലാസ് റൂം സെറ്റിംഗ്? ക്ലാസ് റൂം സെറ്റിംഗ്. ഓപ്ഷൻ എ റോൾ പ്ലേയിങ്, ഓപ്ഷൻ ബി വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ഓപ്ഷൻ സി ലെക്ചർ മെത്തേഡ്, ഓപ്ഷൻ ഡി കോൺഫറൻസ്. ഏതാണ്? ക്ലാസ് റൂം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്തോ ഓർമ്മ വരണം? വെസ്റ്റിബ്യൂൾ അല്ലെ. എന്താണ്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് അല്ലെ. ക്ലാസ് റൂമിനകത്ത് ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെ നമുക്ക് എന്ത് പറയാം? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A training method involving realistic behavior in an imaginary situation used for developing interpersonal skills is dash. ശ്രദ്ധിക്കാം. ട്രെയിനിങ് മെത്തേഡ് ഇൻവോൾവിംഗ് റിയലിസ്റ്റിക് ബിഹേവിയർ. ആ വാക്ക് നോട്ട് ചെയ്യാം. റിയലിസ്റ്റിക് ബിഹേവിയർ ഇൻ ആൻ ഇമാജിനറി സിറ്റുവേഷൻ യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. ഓപ്ഷൻ എ ലെക്ചർ മെത്തേഡ്, option B vestibule training, option C role playing, option D programmed instruction. ഏതാണ്? റോൾ പ്ലേ ആണ് അല്ലെ. റോൾ പ്ലേ ചെയ്യാന്ന് പറയുന്നില്ലേ, നടൻ കളിക്കുക അല്ലെങ്കിൽ നമ്മള് ആക്ട് ചെയ്യുക. അത് തന്നെയാണ് അവിടെ ഒരു റിയലിസ്റ്റിക്, ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റിലുള്ള റിയലിസ്റ്റിക് ബിഹേവിയറിന് നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ഒരു ഹ്യൂമൻ ഇന്ററാക്ഷൻസിലൂടെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ് അല്ലെ. എന്നിട്ട് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പരിശീലനത്തിനെയാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ഏതിനകത്ത് വരുന്നതാണ്? ഓഫ് ദ ജോബിനകത്ത് വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ ട്രഡീഷണൽ ആൻഡ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ where an instructor organizes material and gives a verbal presentation? Option A role playing, option B conference, option C lecture method, option D vestibule training. എന്താണ് ആൻസർ പറയൂ? ഓപ്ഷൻ ലെക്ചർ മെത്തേഡ്. നമ്മൾ പറഞ്ഞു അല്ലെ, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് അല്ലെ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേട്ടോ, ചോദ്യം ശ്രദ്ധിക്കാം. എ മെത്തേഡ് ഇൻവോൾവിംഗ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഡിസ്കസ് ഐഡിയ, എക്സാമിൻ ഫാക്ട്സ് and draw conclusion is called. Option A lecture method, option B role play session, option C conference, option D vestibule session. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി കോൺഫറൻസ്. എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് അല്ലെ. കോൺഫറൻസ് ആണ്. കോൺഫറൻസ് തന്നെ പറയുക ഒരു കോൺഫറൻസ് ഹാളിൽ തന്നെ പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും, ഒരാളല്ല, ഒരു കൂട്ടം ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരിക്കും. അവരവരുടെ ഐഡിയാസ്, ഫാക്ടുകള് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു കൺക്ലൂഷനിൽ എത്തുന്നു അല്ലെ. അതിനെ നമുക്ക് എന്ത് പറയാം? കോൺഫറൻസ് എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, ക്ലിയർ. അത് ഓഫ് ദ ജോബിൽ വരുന്നതാണ്. അതിന് സമാനമായിട്ട് ഓൺ ദ ജോബിൽ ഒരു സംഭവം ഉണ്ട്. അതെന്താണ്? കമ്മിറ്റി അസൈൻമെന്റ് അല്ലെ. അവിടുത്തെ കമ്മിറ്റി അസൈൻമെന്റ് പോലെയാണ് ഓഫ് ദ ജോബിനടുത്ത കോൺഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം
ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പോവാട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ജോബ് മെത്തേഡ് പ്രസൻസ് സബ്ജക്ട് മാറ്റർ ഇൻ എ കെയർഫുള്ളി പ്ലാനഡ് സീക്വൻഷ്യൽ സീരീസ്? കെയർഫുള്ളി പ്ലാനഡ് സീക്വൻഷ്യൽ സീരീസ് ബട്ട് ഈസ് ഓഫൺ എക്സ്പെൻസീവ്. ഏതാണ് ആ മെത്തേഡ്? ആൻഡ് ടൈം കൺസ്യൂമിങ് അല്ലെ? ഓപ്ഷൻ എ ലെക്ചർ മെത്തേഡ്, ഓപ്ഷൻ ബി പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്, ഓപ്ഷൻ സി റോൾ പ്ലേയിങ്, ഓപ്ഷൻ ഡി കോൺഫറൻസ്. ആൻസർ പറഞ്ഞോളൂ. കറക്റ്റ് ആണ് കേട്ടോ മഞ്ജിമ, ജാസ്മിൻ കറക്റ്റ് ആണ്. പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലെ? അവിടെ ആ ഒരു എന്താണ് ട്രെയിനിങ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? നമ്മൾക്ക് പ്രസന്റ് ചെയ്യാനുള്ള സംഭവത്തിന് നമ്മളൊരു പ്ലാനഡ് സീക്വൻഷ്യൽ സീരീസ് ഓഫ് സ്മോൾ സ്റ്റെപ്സ് അല്ലെ, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ആക്കിക്കൊണ്ട് ഒരു സീക്വൻഷ്യൽ സീരീസ് ആക്കി മാറ്റിയിട്ടാണ് അവർക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ നമുക്കറിയാം അത് പ്രാക്ടിക്കലി കുറച്ച് ഇമ്പോസിബിൾ ആണ്, ഹൈലി എക്സ്പെൻസീവ് ആണ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് വരുന്നതാ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിനകത്ത് വരുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദി കീ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്? ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രധാനപ്പെട്ട വ്യത്യാസം. ഓപ്ഷൻ എ വായിക്കാം. ട്രെയിനിങ് ഈസ് ലോങ് ടേം ഫോക്കസ്ഡ് വൈ ഡെവലപ്മെന്റ് ഈസ് ഷോർട്ട് ടേം ഫോക്കസ്ഡ്. ആണോ അല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക കേട്ടോ. ഓപ്ഷൻ ബി ട്രെയിനിങ് ഈസ് ഫോർ കറന്റ് ജോബ്സ് വൈ ഡെവലപ്മെന്റ് പ്രിപ്പയർസ് ഫോർ ദ ഫ്യൂച്ചർ ചാലഞ്ചസ്. ഓപ്ഷൻ സി training is self-motivated while development is motivated by the manager. Option D, training is a proactive process while development is a reactive process. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് അല്ലെ? അതെന്താണ്? ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ജോലി ചെയ്യാൻ, ആ ഡെഫിനിറ്റ് ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ? അല്ല, ഫ്യൂച്ചറിലും വരുന്ന ചാലഞ്ചസുകൾ ഫേസ് ചെയ്യാനായിട്ടാണ് പ്രവർത്തനാക്കുന്നത് ഡെവലപ്മെന്റിലൂടെയാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡെവലപ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഡാഷ് പ്രോസസ് while training is described as a dash process. Option A reactive proactive, option B proactive reactive, option C short term long term, option D job oriented career oriented. ഇതാണ് ഒരു കറക്റ്റ് ആൻസർ. ഡെവലപ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഡാഷ് പ്രോസസ്. ഡെവലപ്മെന്റ് എന്താണ്? while training is described as a dash process. ഇതാണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോആക്റ്റീവ് പ്രോസസ് ആണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതൊരു റിയാക്റ്റീവ് പ്രോസസ് ആണ്. ഓക്കെ അല്ലെ? ശരിയല്ലേ? റിയാക്റ്റീവ് ആണ് അല്ലെ? റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റെസ്പോണ്ട് ടു അല്ലെ, ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ട്രെയിനിങ്. പർട്ടിക്കുലർ കാര്യം എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതാണ് ട്രെയിനിങ്. ഡെവലപ്മെന്റ് അങ്ങനെയാണോ? അല്ല, അതൊരു പ്രോആക്റ്റീവ് പ്രോസസ് ആണ്. നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഫ്യൂച്ചറിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ മുൻകൂട്ടി കണക്കാക്കിക്കൊണ്ട് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? ഡെവലപ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രോആക്റ്റീവ് പ്രോസസ് while training is described as a reactive process. Okay, clear ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Which process focus on the overall growth and improvement of an employee's skills for the long term? Which process focus on the overall growth and improvement of an employee's skills for the long term? Option A training, option B recruitment, option C development, option D appraisal. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് അല്ലെ? ഡെവലപ്മെന്റ്. ശരിയല്ലേ? ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തില് എംപ്ലോയിയുടെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യുന്നതിന്, അവരുടെ സ്കില്ല് അവരുടെ ഗ്രോത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ട്രെയിനിങ് ഈസ് ടിപ്പിക്കലി എ റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ് taken by dash while development is a result of initiatives taken by dash. Okay, അപ്പൊ നമ്മൾ അവിടെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
കുറെ സെന്റൻസുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഞാൻ ഓപ്ഷൻസ് വായിക്കാം. സെൽഫ് മാനേജ്മെന്റ്. ഓപ്ഷൻ ബി മാനേജ്മെന്റ് സെൽഫ്. ഓപ്ഷൻ സി HR ഫിനാൻസ്. ഓപ്ഷൻ ഡി എംപ്ലോയി കസ്റ്റമർ. ചോദ്യം എന്താണ്? ട്രെയിനിങ് ഈസ് ടിപ്പിക്കലി എ റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ഡാഷ്. എന്താണ്? സെൽഫ്. ഏതാണ് ഓപ്ഷൻ വരിക? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ട്രെയിനിങ് ആരാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്? മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നതെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ സെൽഫ്. നമ്മൾ പറഞ്ഞത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെന്റ്. അത് ആർക്കും നമുക്ക് ചെയ്യാൻ ഒരു പരിധി ഉണ്ടല്ലോ, അത് സ്വയം നമ്മൾ തീരുമാനിക്കണം. പക്ഷെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ ആവശ്യമാണ്. മാനേജ്മെന്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് മുൻകൈ എടുത്തിട്ട് അവിടുത്തെ എംപ്ലോയീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ട്രെയിനിങ് ഈസ് പ്രൈമർലി a dash oriented process, whereas development is a dash oriented process. Option A career job. Option B job career. Option C person role. Option D future present. ഏതായിരിക്കും ആൻസർ വരിക? ട്രെയിനിങ് ഈസ് പ്രൈമർലി എ ഡാഷ് ഓറിയന്റഡ് പ്രോസസ്. അഞ്ചിന് കറക്റ്റ് ആണ്, ജാസ്മിൻ തെറ്റിപ്പോയിട്ടാ. അതായത് ശ്രദ്ധിച്ചു കേൾക്കാം. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഈസ് പ്രൈമർലി എ ഡാഷ് ഓറിയന്റഡ് പ്രോസസ്, ജോബ് ഓറിയന്റഡ് പ്രോസസ്. എന്താ ട്രെയിനിങ്? ഇതൊരു ജോബ് ഓറിയന്റഡ് പ്രോസസ് തന്നെ. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വ്യക്തിയെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ശരിയല്ലേ? ഡെവലപ്മെന്റ് ഈസ് എ ഡാഷ് ഓറിയന്റഡ്, അത് കാരിയർ ഓറിയന്റഡ് പ്രോസസ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ജോബ് എന്നതിനേക്കാൾ ഉപരി കരിയർ എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റ് ആണ്. അത് ഏത് പ്രായത്തും എപ്പോ വേണമെങ്കിലും ഏത് ഘട്ടത്തിലും സംഭവിക്കാവുന്നതാണ് കരിയർ എന്ന് പറയുന്നത് അല്ലെ. സോ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കരിയർ ഓറിയന്റഡ് പ്രോസസ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ട്രെയിനിങ് ഈസ് എ ജോബ് ഓറിയന്റഡ് പ്രോസസ്, ഡെവലപ്മെന്റ് ഈസ് എ കരിയർ ഓറിയന്റഡ് പ്രോസസ്. ഓക്കെ, അപ്പൊ ഞാനത് വായിച്ചു കേൾക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തെറ്റി പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് വരില്ല കേട്ടോ. ഞാനിപ്പോ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ടല്ല നിങ്ങൾ പറയുന്നത്. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം, അതുകൊണ്ട് തെറ്റിയതായിരിക്കും കേട്ടോ. അല്ലാത്ത രീതിയിൽ തെറ്റുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The scope of training is considered dash, while the scope of development is considered dash. സിമ്പിൾ ആണ്, ആലോചിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ വൈഡർ നാരോ. ഓപ്ഷൻ ബി നാരോ വൈഡർ. ഓപ്ഷൻ സി കൺസെപ്ച്വൽ ടെക്നിക്കൽ. ഓപ്ഷൻ ഡി ഹോളിസ്റ്റിക് ഇൻഡിവിജ്വലിസ്റ്റിക്. ഇതോടെ ചോദ്യം വായിക്കാം. The scope of training is considered as the dash. ട്രെയിനിങ്ങിന്റെ സ്കോപ്പ് എങ്ങനെയാണ്? നാരോ ആണ്. കറക്റ്റ് ആണ് കേട്ടോ, ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്, നാരോ ആണ്. അതേസമയം സ്കോപ്പ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വൈഡർ ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറച്ചുകൂടെ വൈഡർ ആണ്. അതേസമയം ട്രെയിനിങ് എന്ന് പറയുമ്പോൾ വളരെ നാരോ കൺസെപ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്? വാട്ട് ഈസ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്? നമ്മൾ മാനേജ്മെന്റ് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ? അതിനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പ്രോസസ് ടു ട്രെയിൻ ഓൺലി നോൺ മാനേജേറിയൽ എംപ്ലോയീസ്. ഓപ്ഷൻ ബി എ വൺ ടൈം ഇവന്റ് ഫോർ ന്യൂ എക്സിക്യൂട്ടീവ്സ്. ഓപ്ഷൻ സി എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് ഫോർ ദ ഇൻഡിവിജ്വൽ to manage the organizations effectively. Option D, a method for reducing the number of managers in a company. നിങ്ങൾ പറയൂ, ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലെ. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെച്ചാൽ മാനേജ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് ഫോർ ദ ഇൻഡിവിജ്വൽസ് ടു മാനേജ് ഓർഗനൈസേഷൻസ് ഇഫക്റ്റീവ്ലി. ഒരു ഓർഗനൈസേഷനെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത്, ദാറ്റ് ഈസ് കോൾഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. An important assumption behind management development is. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ പുറകിലുള്ള ഒരു ഇമ്പോർട്ടന്റ് അസംഷൻ എന്താണ്? ഓപ്ഷൻ എ വൺ ടൈം ആക്ടിവിറ്റി. ഓപ്ഷൻ ബി
process that occurs in a peaceful atmosphere. Option C, never-ending activity throughout an executive's work life. Option D, process that does not require participation. ഇതാണ് ആൻസർ വരിക. ഓക്കെ മഞ്ജുമ, കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. ഇറ്റ് ഇസ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റി ആണ് അല്ലെ, ത്രൂ ഔട്ട് ആൻ എക്സിക്യൂട്ടീവ്സ് വർക്ക് ലൈഫ്. ഒരു എക്സിക്യൂട്ടീവിന്റെ എന്താ പറയാ, അവരുടെ വർക്ക് ലൈഫില്, അവരുടെ ജോലി കാലയളവിലുടനീളം അനുഭവപ്പെടുന്ന ഒരു നെവർ എൻഡിങ് ആക്ടിവിറ്റി ആണിത് ഈ പറയുന്ന മാനേജ്മെന്റ്. നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിനായിട്ട് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. അപ്പൊ ആ ഒരു ഓർഗനൈസേഷനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു നിശ്ചിത കാലയളവ് മാത്രമാണോ? അല്ല, ആ സ്ഥാപനം എത്രത്തോളം നാളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ നാളുകൾ ഉടനീളം എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സിക്യൂട്ടീവ്സിന് ജോലി ഉടനീളം എത്ര നാള് തൊട്ട് എത്ര നാൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നോ ആ ഒരു കാലഘട്ടത്തിൽ ഉടനീളമുള്ള ഒരു നെവർ എൻഡിങ് ആക്ടിവിറ്റിയാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രൈമറി എയിം ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്? പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ആണല്ലോ. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പ്രൈമറി എയിം ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്? പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ, ടു കണ്ടക്ട് ആനുവൽ റിവ്യൂസ് ഓഫ് എംപ്ലോയീസ് ഓൺലി. ഓപ്ഷൻ ബി, ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് where people can perform to the best of their abilities. Option C, to manage the company's financial performance. Option D, to discipline employees for the poor performance. Answer. Option B ആണ് അല്ലെ, ശരിയാണ്. To create an environment where the people can perform to the best of their abilities. അതായത് നമ്മൾ അവിടുത്തെ ആളുകൾക്ക് ഏറ്റവും അവരുടെ ഫുൾ എബിലിറ്റിയിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതിലൂടെ അവരുടെ പെർഫോമൻസിനെ മാനേജ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് ആണ് എന്ത്? പെർഫോമൻസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ ദാറ്റ് ഹെൽപ്പ് മാനേജേഴ്സ്. എന്തിനാണ് മാനേജേഴ്സിനെ സഹായിക്കുന്നത്? ഓപ്ഷൻ എ, ഹയർ ന്യൂ എംപ്ലോയീസ്. ഓപ്ഷൻ ബി, ഒബ്സർവ് ആൻഡ് അനലൈസ് എംപ്ലോയീസ് വർക്ക്. Option C, set the company's stock price. Option D, manage the supply chain. ഇതാണ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഒബ്സർവ് ആൻഡ് അനലൈസ് എംപ്ലോയീസ് വർക്ക് അല്ലെ. നമ്മൾ എംപ്ലോയിയുടെ പെർഫോമൻസ് ആണ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് എംപ്ലോയീസിന്റെ വർക്കുകൾ ഒബ്സർവ് ചെയ്യാനും അനലൈസ് ചെയ്യാനുമായിട്ടാണ് അത് സഹായം. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എ കീ ഒബ്ജക്റ്റീവ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ടു. A key objectives of performance management is to. Option A, identify only the weakness of employees. Option B, promote a one-way system of communication from manager to employee. Option C, enable employees to achieve superior standards of work. Option D, create barriers to the effective performance. ഇതാണ് correct answer. ഓപ്ഷൻ സി ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. എനേബിൾ എംപ്ലോയീസ് ടു അച്ചീവ് സുപ്പീരിയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് വർക്ക് പെർഫോമൻസ്. നിങ്ങൾ ആ ഒരു ടോപ്പിക് എടുത്ത് വായിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് എംപ്ലോയീസിന്റെ ആ ഒരു ജോലിയുടെ നിലവാരം അത് ഏറ്റവും സുപ്പീരിയറിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർഫോമൻസ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. എംപ്ലോയീസിന്റെ ആ ഒരു പെർഫോമൻസ് മാനേജ് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പെർഫോമൻസ് ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ബിഗിൻസ് വിത്ത് വിച്ച് സ്റ്റേജ്? നമ്മൾ അതിൽ ലാസ്റ്റ് പഠിക്കുന്നുണ്ട് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസിന്റെ വിവിധ സ്റ്റെപ്പുകൾ. 4 സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു. പ്ലാനിങ്, കോച്ചിങ്, റിവ്യൂവിങ്, ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഓക്കെ, അതിനാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓപ്ഷൻ എ, കോച്ചിങ്. Option B, reviewing. Option C, action. Option D, plan. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, പ്ലാനിങ് ആണ്. എല്ലാത്തിനും പ്ലാനിങ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് അല്ലെ. സോ പ്ലാനിങ് ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. In the planning stage of performance management,
ഗോൾസ് ഷുഡ് ബി സെറ്റ് ഇൻ വാട്ട് ഫോർമാറ്റ്? ഏത് ഫോർമാറ്റിലാണ് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ വേഗ്, വേഗ്. ഓപ്ഷൻ ബി സ്മാർട്ട്, SMART. ഓപ്ഷൻ സി ഫാസ്റ്റ്, ഓപ്ഷൻ ഡി സ്ലോ. ഏതാണ് ആൻസർ വരിക? സ്മാർട്ട്. അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ സ്മാർട്ടിൽ എന്താണ് എസ് ഉദ്ദേശിക്കുന്നത്? സ്പെസിഫിക്. എം എന്താണ്? മെഷറബിൾ. എ എന്താണ്? അറ്റൈനബിൾ. ആർ വന്നിട്ട് റിലവന്റ്. ഡി ഫോർ ടൈം ബേസ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കേട്ടോ? At the question, after management specifies the job and goals, what is the next step in the planning stage? After management specifies the job and the goals, what is the next step in the planning stage? Planning stage അടുത്ത് നമ്മൾ ആ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഒരുപാട് സബ്ഡിവിഷൻസ് പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കോച്ചിങ്ങിന്റെ അവിടെ ഒരുപാട് സബ്ഡിവിഷൻസ് പറയുന്നുണ്ട്, ആക്ഷൻ അടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വായിക്കണം കേട്ടോ. പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ അപ്രൂവൽ സ്റ്റേജ്, ഓപ്ഷൻ ഡി ഫീഡ്ബാക്ക് സ്റ്റേജ് വേർ എംപ്ലോയീസ് ഫീൽ ഇൻപുട്ട്, ഓപ്ഷൻ സി കോച്ചിങ് സ്റ്റേജ് ബിഗിൻസ് ഇമീഡിയറ്റ്ലി, ഓപ്ഷൻ ഡി റിവ്യൂവിംഗ് സ്റ്റേജ്. ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഫീഡ്ബാക്ക് സ്റ്റേജ് വേർ എംപ്ലോയീസ് ഗീവ്സ് ഇൻപുട്ട്. ഓക്കെ, the third stage, third stage of the performance management process. Third stage which often includes the annual performance appraisal is dash. Option A planning, option B coaching, option C reviewing, option D action. Idana answer vediya. Third step reviewing aanu. So answer idana C aanu. Reviewing aanu correct answer. Another question, which part of the performance management process is typically backward looking to assess the previous year? Which part of the performance management process is typically backward looking to assess the previous year? Option A, the monthly check-ins. Option B, performance review or performance appraisal. Option C, coaching sessions. Option D, revisiting objectives. ഏതാണ് ആൻസർ വരിക? എ ആണോ? എ അല്ല, പെർഫോമൻസ് റിവ്യൂ ഓർ അപ്രൈസൽ ആണ് കേട്ടോ. പെർഫോമൻസ് റിവ്യൂ ഓർ അപ്രൈസൽ ആണ് കേട്ടോ. വിച്ച് പാർട്ട്, അതായത് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസിന്റെ ഏത് ഭാഗമാണ് ടിപ്പിക്കലി ബാക്ക്വേർഡ് ലുക്കിംഗ് ടു അസസ് ദ പ്രീവിയസ് ഇയർ? മുൻ വർഷങ്ങളിലെ പെർഫോമൻസ് അസസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? പെർഫോമൻസ് റിവ്യൂ അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ ആണ്. അപ്രൈസൽ എന്ന് വെച്ചാൽ അറിയാലോ, ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഇൻ എംപ്ലോയി പെർഫോമൻസ്. എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് കൺസിഡേർഡ് dash while performance appraisal is dash. ലാസ്റ്റത്തെ ടേബിളിൽ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, പെർഫോമൻസ് മാനേജ് രണ്ട് കൺസെപ്റ്റ് ആണ്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എന്താണ്? ആ ഒരു എംപ്ലോയീസിന്റെ പെർഫോമൻസ് മാനേജ് ചെയ്യാനായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് കൺസിഡേർഡ് ഡാഷ്. പെർഫോമൻസ് അപ്രൈസൽ ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഫ്ലെക്സിബിൾ, ഇൻഫ്ലെക്സിബിൾ. ഓപ്ഷൻ ബി ഇൻഫ്ലെക്സിബിൾ, ഫ്ലെക്സിബിൾ. ഓപ്ഷൻ സി എ സിസ്റ്റം പ്രോസസ്. ഓപ്ഷൻ ഡി retrospective and prospective. ഏതാണ് ആൻസർ വരിക? പറഞ്ഞോളൂ. ഓപ്ഷൻ സി അല്ല കേട്ടോ, എ ആണ് കറക്റ്റ് ആൻസർ. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് കൺസിഡേർഡ് ഫ്ലെക്സിബിൾ. പെർഫോമൻസ് മാനേജ്മെന്റ് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. അതേസമയം പെർഫോമൻസ് അപ്രൈസലോ ഇൻഫ്ലെക്സിബിൾ ആണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു ഇവാലുവേഷൻ ആണ്. അത് വളരെ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ നടക്കും. പക്ഷെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ആ ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്ന പോയിന്റുകളാണ് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് വായിക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Which training method is best suited for training a large group of trainees at once? Which training method is best suited for training a large group of trainees at once? Option A, coaching. Option B, role playing. Option C, lecture method. Option D, committee assignment. Parayya answer edana. എന്താണ് ലെക്ചർ മെത്തേഡ്? അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ. അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക്, ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? ലെക്ചർ മെത്തേഡ്. അതുകൂടാതെ അത് വൺ ഓഫ് ദ ട്രഡീഷണൽ ആൻഡ് ഡയറക്റ്റ് ഇൻസ്ട്രക്റ്റീവ് മെത്തേഡ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ട്രെയിനിങ് സെർവ്സ് as an investment in human resources with the promise of dash. Option A, immediate cost. Option B, better returns in the future. Option C, increased employee turnover. Option D, no significant change. എന്താണ് ആൻസർ വരിക? D ആണ്, better returns in the future. അപ്പോ ഏകദേശം ഞാനൊരു ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾ പ്രത്യേകം പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കാം. ട്രെയിനിങ് എന്താണ്, ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ട്രെയിനിങ് പ്രോസസ്സിന്റെ വിവിധ സ്റ്റെപ്പുകൾ, 5 സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഓരോന്നിന്റെ പ്രത്യേകത എന്താണ്, അതുപോലെ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിന് 5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, അതുപോലെ കോൺഫറൻസ്, പിന്നെ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പിന്നെ നമ്മൾ ഏറ്റവും ഒടുവിൽ പഠിക്കുന്ന ആ ടേബിൾ ഉണ്ടല്ലോ, പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറഞ്ഞു തന്നിരുന്നു. ക്ലാസ്സിൽ കേട്ടവർക്ക് അത് മനസ്സിലായിട്ട് ഉണ്ടാവണം. അപ്പോ അതൊക്കെ വളരെയധികം ഫോക്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ. പിന്നെ എക്സാം അറിയാലോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് അല്ല. അപ്പൊ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ID, അതുപോലെ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എൻട്രി ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. അതുപോലെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് ഇൻവിജിലേറ്ററിനോട് അറിയിച്ചിട്ട് വേണം നിങ്ങൾ ലീവ് ചെയ്ത് പോകാനായിട്ട് കേട്ടോ. അതായത് സബ്മിറ്റ് ചെയ്ത് ഓടിപ്പോയി അവരുടെ അവരോട് പറയണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സബ്മിഷൻ അവിടെ റെക്കോർഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവരുടെ അടുത്ത് പറഞ്ഞ് അതിന് ശേഷം മാത്രമേ ലെഫ്റ്റ് ആവാൻ പാടുള്ളൂ കേട്ടോ. ടെൻഷൻ ഒന്നും അടിക്കണ്ട, അവരെ റിലാക്സ് ചെയ്ത് തന്നെ എക്സാം സമയമുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഇൻവിജിലേറ്റർ ഉണ്ടാവും കേട്ടോ, ആ ഇൻവിജിലേറ്ററിന്റെ അടുത്ത് പറഞ്ഞോളാം. ഓക്കെ, അപ്പൊ ശരി കേട്ടോ. നമുക്കപ്പോ ഇനിയിപ്പോ എക്സാം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പൊ വളരെ റിലാക്സ് ചെയ്ത് വായിക്കുക കേട്ടോ. ചാപ്റ്റർ വായിക്കുമ്പോഴും ശ്രദ്ധിച്ച് മനസ്സിലാക്കി. നമ്മളൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതിനകത്തില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് കണ്ട് ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു ടാസ്ക് മാത്രമേ എനിക്ക് വരൂ. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുമ്പോൾ നല്ലപോലെ മനസ്സിലാക്കി വായിച്ചു പോവാം. ഓക്കെ, ഇത്രയും പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം കേട്ടോ. ഗ്രീവൻസിന്റെ ആ ഒരു ചാപ്റ്റർ നമുക്ക് ഫിനിഷ്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ശരി കേട്ടോ, താങ്ക് യു.